3rd ഡേ ഇൻ മണാലിയാണ്. അപ്പം നമ്മളിന്ന് കുളുവിലേക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കൂ, വെള്ളത്തിൽ മുങ്ങി പോവാൻ റിവർ റാഫ്റ്റ് ചെയ്യാൻ പോകുന്ന 2 ആൾക്കാർ. ആരൊക്കെയാണ് 2 പേർ? അങ്ങനെ തണുത്ത വെള്ളത്തിൽ റിവർ റാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന 2 പേർ. ഞങ്ങൾ പാരാഗ്ലൈഡിങ്ങും കരയിൽ വരും. അപ്പം നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ എന്ത് ഫോമാണ് അത്? ഡിക്ലറേഷൻ ഫോമൊക്കെ ഞങ്ങൾ അണ്ടർടേക്കിംഗ് ഫോമൊക്കെ ഞങ്ങൾ ഇവിടെ സൈൻ ചെയ്തു ഗൈസ്. ഇനി ഞങ്ങൾ പോയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരാം. സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുക. പോയിട്ട് എത്ര ഹൈറ്റ് ആണ്? അപ്പം എന്നാൽ ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഈ ചേട്ടന്മാരെ കൊണ്ടുപോകാണ്. 15 കിലോമീറ്റേഴ്സ് അമ്മാലയുടെ മേളിൽ പോയിട്ട് വേണം നമുക്ക്. ഹായ് പോലോ, ബാക്കിലത്തെ പയ്യ ഹായ് പോലോ. പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകുന്ന ഈ സ്ഥലം 14 കിലോമീറ്റേഴ്സ് നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പോൾ ആ വഴിയാണ് കേട്ടോ ഇത്. ഭയങ്കര ഓഫ് റോഡ് സെറ്റപ്പിലുള്ളൊരു റോഡാണ്. അതുപോലെ തന്നെ 1-2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന പോലത്തെ വഴിയാണ്. താഴെ കൊക്ക പോലത്തെ സ്ഥലം. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഈ പോണ വഴിക്ക് അവിടുത്തെ ലോക്കൽ പീപ്പിൾസ്, അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ പറ്റും. പാരാഗ്ലൈഡിങ് നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ, ഈ മണാലിയിൽ അവൈലബിൾ ആണ്. അതിനകത്ത് ഇപ്പം ഞങ്ങളുടെ പാക്കേജ് എടുത്ത് ഇവർ കൊണ്ടുപോകുന്നത് ഈ സ്ഥലത്താണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്നാണ് പറയണത്. 8000 ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തും പാരാഗ്ലൈഡിങ് അവർ പറയും. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ പോകുമ്പോൾ. എന്നിട്ട് വേണം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ കുറേ കൗണ്ടേഴ്സ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിനകത്ത് നമുക്ക് അന്വേഷിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 3500, 3000, 4000 ഒക്കെ പറയും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ഞങ്ങൾക്ക് 2500 കിട്ടിയത് പെർ ഹെഡായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 500 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം നമ്മൾ ഗോപ്രോയിൽ വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഗോപ്രോയിൽ വീഡിയോ ഇല്ല, നിങ്ങളുടെ കയ്യിലിപ്പം ഇൻസ്റ്റാ 360 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷൂട്ട് ചെയ്യാം. ഗോപ്രോൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ അവൻ്റെ കയ്യിൽ 360 ആയിരുന്നു, എൻ്റെ അടുത്ത് ഞാൻ ഗോപ്രോയിൽ എടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 500 എക്സ്ട്രാ കൊടുക്കണം. പിന്നെ നമ്മൾ താഴെ എത്തുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കും അവർ. അപ്പോൾ അതിനും ഒരു എക്സ്ട്രാ 500 ഒക്കെ ചോദിക്കും അവർ. അത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഞങ്ങൾ 300 2 പേർക്ക് ഫോട്ടോസ് കളക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യണം നന്നായിട്ട്. അപ്പോൾ അതാ നമ്മളെത്തി. അവിടെ നമുക്ക് പറക്കുന്നത് കാണാം. ക്ലിയർ അല്ല, ഞാൻ ആ വിൻഡോയിൽ കൂടെ എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പം നമ്മൾ എത്തി കേട്ടോ ലൊക്കേഷനിൽ. ഇതാ ഈ ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. പേടിയാവും അങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവർ ഇൻസ്ട്രക്ഷൻസ് തരും നമുക്കിതാ. അതുപോലെ തന്നെ ഹെൽമെറ്റൊക്കെ വെക്കേണ്ട. ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ല ഈ ഹെൽമെറ്റ്. പിന്നെ അല്ലാണ്ടുള്ള സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റൻ ചെയ്തൊക്കെ സെറ്റാക്കി തരും കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഓൾ സെറ്റ് ഫോർ പാരാഗ്ലൈഡിങ്. ഇനി ഞങ്ങൾ താഴെ എത്തിയിട്ട് കാണാം ഗൈസ്. എൻ്റെ ഭർത്താവ് അപ്പുറത്ത് കീഴിലാണ്. ഇങ്ങനെയാണ് പറന്നു പോകുന്നത് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ടെൻഷനായിട്ട് തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റി. എന്നാലും നമ്മൾ ചാടുക എന്നുള്ളൊരൊറ്റ ദൃഢനിശ്ചയത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക് കളറിൽ തോന്നിക്കുന്ന മലകളുണ്ടല്ലോ, അതൊക്കെ മഞ്ഞുകാലമാകുമ്പോഴേ കംപ്ലീറ്റ് മഞ്ഞ് മൂടി അടിപൊളിയായിരിക്കും കേട്ടോ പറയണ വ്യൂ. ഇപ്പോൾ ഈ കാണുന്നത് അവൻ ജമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഗോപ്രോയിലെടുത്ത വീഡിയോനെക്കാട്ടിലും അടിപൊളിയായിട്ട് നമ്മുടെ 360 വീഡിയോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഓടിയിട്ട് ആ സാധനം വെച്ച് ഓടണം. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് പറക്കുന്നത്. നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ പറക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിനകത്ത് സ്റ്റണ്ട് ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കും. അതായത് ഇങ്ങനെ കറക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അതിന് എക്സ്ട്രാ 500 റുപ്പീസ് കൊടുക്കണം. അവനോട് ചോദിച്ചു, അവനത് ചുമ്മാ ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റണ്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ 500 കൊടുക്കണം. പിന്നെ അതാ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് വന്നിട്ട് നമ്മൾ കാല് പൊക്കി വെക്കാൻ പറയും അവർ. അപ്പോൾ നമ്മൾ കാല് പൊക്കി വെക്കണം. എന്നിട്ട് വന്നിട്ട് അങ്ങനെയാണ് ലാൻഡ് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ.
നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. ആ വീഡിയോൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഭാഗത്ത് അത് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് അത് അത്ര വൃത്തിയായിട്ട് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചൊരു ഭംഗിയിൽ നമുക്ക് വീഡിയോ കിട്ടില്ല കേട്ടോ ഗോപ്രോയിൽ. പക്ഷെ കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഗോപ്രോ എന്നുള്ളതാണ്. 360 ഉള്ളതുകൊണ്ടാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഗോപ്രോ ഈസ് ഫൈൻ. പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞതാണ് നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് പോവുകയാണ്. പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്ത വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയില്ലേ, സെയിം വണ്ടിയിൽ മെയിൻ റോഡിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അവിടെ നമ്മളെ വണ്ടി വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മളിതാ റിവർ റാഫ്റ്റിങ്ങിൻ്റെ പോയിന്റിലേക്ക് വന്നു. ഇവിടുന്ന് ഇതേപോലെ തന്നെ ബാർഗെയിൻ ചെയ്യാണ് ചെയ്തത്. അവർ നല്ല പ്രൈസ് പറയും. നമ്മൾ കുറച്ച് 4000 എങ്ങാണ്ടാക്കിയിട്ട് 4000 ആയുള്ളൂ ഞങ്ങൾക്ക് 4 പേർക്ക് കേട്ടോ, പെർ ഹെഡ് 1000. പിന്നെ ഇയാളും ഉണ്ട്, അതിൻ്റെ മെയിൻ ആൾ. അങ്ങനെ ഇതാ നമുക്ക് അയാൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, സേഫ്റ്റി കാര്യങ്ങളൊക്കെ. പിന്നെ വാട്ടർ അധികം ഇല്ലല്ലോ ഇപ്പോൾ, മറ്റേ ഭയങ്കര കുത്തൊഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ശ്രദ്ധിക്കണമല്ലോ. അപ്പം അങ്ങനെ അതാ ബോട്ടൊക്കെ വെള്ളത്തിലിറക്കി ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് കയറുകയാണ്. ബോട്ടല്ല, റാഫ്റ്റിംഗ് ചെയ്യുന്ന ഇതിനെന്താ പറയുക, റാഫ്റ്റ്. അപ്പോൾ അതാ നമ്മളെല്ലാവരും ഇതിനകത്ത് കയറുകയാണ്. പിന്നെ ഉണ്ടല്ലോ ആ നിലത്തൊക്കെ ചവിട്ടി നിൽക്കുക, അല്ലെങ്കിൽ ആ കല്ലിലൊക്കെ എൻ്റെ ദൈവമേ തണുപ്പ് എന്താണെന്നറിയോ. ഞാൻ കുറേ കാലം ഇങ്ങനെ ഓരോ കാലം പൊക്കിയും താത്തയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം നിലത്ത് 2 കാലം കൂടെ ചവിട്ടാൻ പറ്റണ്ടായില്ല. അപ്പോൾ നമ്മളിതാ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയാണ് റാഫ്റ്റിംഗ്. പിന്നെ എനിക്ക് വെള്ളം പേടിയായതുകൊണ്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനും മുങ്ങി വീണ ആ തണുത്ത വെള്ളമാണല്ലോ വീണാലെന്നൊക്കെ ഉള്ള. പക്ഷേ എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. നൈസായിരുന്നു കേട്ടോ റാഫ്റ്റിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഈ റാഫ്റ്റ് സ്ലോ ഡൗൺ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒഴുക്ക് കുറവുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. കുറച്ചധികം നേരം ഉണ്ട് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ഒരു അമ്പലത്തിൽ അവർ കൊണ്ടുപോകും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളു മാർക്കറ്റിലും കൂടെയാണ് പോവുക. പക്ഷേ മാർക്കറ്റിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ജസ്റ്റ് അവിടുത്തെ വുളൻ ഷോപ്സിൽ ജസ്റ്റ് നമ്മളെ കയറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകണം. എല്ലാവരും ഒന്ന് കാണിക്കുക മുഖം, തിരുമുഖം. കുട്ടിയെ ഒന്ന് കാണിക്കുക മുഖം എന്നാകട്ടെ. നമ്മൾ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടെമ്പിളിൽ കയറി ഇവിടെ ഫുഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുളു മാർക്കറ്റിലും കൂടെ കയറിയിട്ട് തിരിച്ചു പോകും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ. സോ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി, അത് ബാറും റെസ്റ്റോറൻറ്റും കൂടെയാണത്. ആൻഡ് ഏറ്റവും നൈസ് എന്ന് പറഞ്ഞാൽ വ്യൂ ഉള്ളതാണ്. വ്യൂ പിടിച്ച് നമുക്കിരുന്ന് കഴിക്കാം. ഇതിന് ഇൻഡോറും ഉണ്ട് കേട്ടോ, ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. ഞങ്ങൾ ഔട്ട്ഡോർ എടുത്തത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുളു മാർക്കറ്റിൽ പോവും. എന്നിട്ട് രാത്രി നമ്മളെ റൂമിൽ പോവാം. ഡിന്നർ അവിടെ കഴിക്കുക. അങ്ങനെയാണ് ഇന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അവിടെ ഇരുന്ന് നമുക്ക് ജസ്റ്റ് എൻജോയ് ചെയ്ത് ആ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ഇപ്പം ഈ കാണുന്ന ഭാഗത്തൊക്കെ കല്ല് ആണ് അവിടെ ടേബിൾ പോലെയൊക്കെ ഉള്ളത് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എണീക്കാൻ മടി കാരണം വന്നിടത്ത് ഇരുന്നതാണ് ഞങ്ങൾ. അങ്ങനെ ഇതാ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഫുഡും അടിപൊളിയായിരുന്നു. ഫുഡ് നമ്മൾ എന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം മസാല ഉണ്ടായിരുന്നു, പനീർ ബട്ടർ മസാല. ഇവിടുത്തെ പനീർ ബട്ടർ മസാല അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ നോൺ വെജ് കുറവായിരുന്നു ഇവിടുന്ന് കഴിച്ചത്, വെജായിരുന്നു ഞങ്ങൾ കൂടുതൽ ഓപ്റ്റ് ചെയ്തത് കേട്ടോ.
ദേവ്ദം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എത്ര രൂപയായി ബില്ല്? 1705 റുപ്പീസ് ഞങ്ങൾ പേ ചെയ്തു. ഒരുപാട് തിന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയപ്പോൾ കരയായിട്ടൊന്നും ഉണ്ടായില്ല. വെറും ക്ലോത്ത്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്ന് റൂമിൽ വന്ന് കുളിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തത്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റിവർ റാഫ്റ്റിംഗ് ഒക്കെ പോയി വന്നിട്ട് ഡ്രസ്സെല്ലാം നനഞ്ഞ് തെർമൽസൊക്കെ നനഞ്ഞ് ഉണക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ കാണൂ. നോക്കൂ, മുഖം കാണുന്നില്ല, ലൈറ്റ് ഇല്ല. നോക്കട്ടെ സാർ, കാണിക്കും, നോക്കട്ടെ. ഡ്രസ്സൊന്നും അങ്ങനെ നനയില്ല, പക്ഷെ ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നനഞ്ഞത്. ജനറലി നമുക്ക് അങ്ങനെ നനയൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന RK റിസോർട്ട്സിൻ്റെ നൈറ്റ് വ്യൂ. നല്ല തണുപ്പാണ്, പക്ഷേ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. കാരണം നമ്മൾ നാട്ടിൽ പോയാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. മണാലി ഇരിക്കുമ്പോഴല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പോയിട്ട് ഉറങ്ങണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിലെ ആക്ടിവിറ്റീസും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.